തീവ്രവാദ കേസിൽ പ്രതിയായ മലപ്പുറം സ്വദേശി നേപ്പാൾ അതിർത്തിയിൽ പിടിയിൽ. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയതിൽ ആരോപണ വിധേയനായ യൂട്യൂബ് ഉടമ ഒളിവിൽ. കാക്കി തീവ്രവാദ കേസിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ടയെ നേപ്പാൾ അതിർത്തിയിൽ നിന്നും പിടികൂടി. മലപ്പുറം പെരുമ്പടമ്പ് വെളിയങ്കോട് സ്വദേശി ഷംനാദാണ് പിടിയിലായത്. കേരള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ സഹായത്തോടെ തൃശൂർ സിറ്റി പോലീസാണ് ഇയാളെ പിടികൂടിയത്. ഭീകരൻ തടിയന്തവിട നസീറിന്റെ കൂട്ടാളിയായിരുന്നു പിടിയിലായ ഷംനാദ്. 2023 ആഗസ്റ്റ് 17 വെളിയങ്കോട് സ്വദേശി മുഹമ്മദ് ഫയാസിനെ വധിക്കാൻ ശ്രമിച്ചതിന് തൃശൂർ വടക്കേക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോഴുള്ള അറസ്റ്റ്. ഈ കേസിന് ശേഷം വടക്കേ ഇന്ത്യയിലും നേപ്പാളിലും മാറി മാറി ഒളിവിൽ കഴിയുകയായിരുന്നു ഷംനാദ്. വിജിലൻസ് ചമഞ്ഞ് പെരുമ്പാവൂരിലെ ഒരു വീട്ടിൽ കയറി സ്വർണ്ണാഭരണങ്ങളും മറ്റും കവർച്ച ചെയ്ത കേസിലെ പ്രധാന പ്രതിയാണ് ഇയാൾ. ഈ കേസ് കേരള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ്. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് വടക്കേക്കാട് വധശ്രമ കേസിൽ ഉൾപ്പെട്ട് ഒളിവിൽ പോയത്. തടിയന്തവിട നസീർ ഉൾപ്പെട്ട തീവ്രവാദ ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നയാളാണ് ഷംനാദ്. ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കുറിച്ചും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അന്വേഷണം നടത്തുന്നുണ്ട്. കിരൺകുമാർ, ജനം, കൊച്ചി. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയതിൽ ആരോപണമുയർന്നതിനെ തുടർന്ന് ഒളിവിൽ പോയ MS സൊല്യൂഷൻസ് CEO ഷുഹൈബിനായി അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയെങ്കിലും ഷുഹൈബ് ഒളിവിൽ പോവുകയായിരുന്നു. അതേസമയം ഷുഹൈബ് കോഴിക്കോട് ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇന്നലെ ഷുഹൈബിന്റെ വീട്ടിലും MS സൊല്യൂഷന്റെ ഓഫീസിലും നടത്തിയ പരിശോധനയിൽ 2 മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഹാർഡ് ഡിസ്കും ക്രൈംബ്രാഞ്ച് പിടികൂടിയിരുന്നു. ലാപ്ടോപ്പിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ചോർത്തിയെന്ന് കരുതുന്ന ചോദ്യപേപ്പർ കണ്ടെത്താനായില്ല. ചോദ്യപേപ്പർ ഡിലീറ്റ് ചെയ്തിരിക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഷുഹൈബിനെ കൂടി ചോദ്യം ചെയ്താൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. എന്നാൽ ഷുഹൈബ് ഒളിവിലാണ്. കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ ഷുഹൈബിന്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണ്. കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. പിടികൂടിയ ലാപ്ടോപ്പും ഹാർഡ് ഡിസ്കും മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. 10ാം ക്ലാസിന്റെ ഇംഗ്ലീഷും +1ന്റെ കണക്ക് ചോദ്യപേപ്പറുമാണ് MS സൊല്യൂഷൻ ചോർത്തിയതെന്നാണ് ആരോപണം. ജനം, കോഴിക്കോട്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കോളേജിൽ നിന്നുള്ള മാനസിക സമ്മർദ്ദത്തിൽ ആത്മഹത്യാ ദിവസം അമ്മു ആഹാരം പോലും കഴിച്ചിരുന്നില്ല എന്ന കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അമ്മുവിന്റെ ശരീരത്തിൽ ജലാംശത്തിന്റെ അളവ് കുറവെന്നും റിപ്പോർട്ടിൽ പരാമർശം. അമ്മു ജീവനൊടുക്കിയ ദിവസം മണിക്കൂറുകളോളം ഭക്ഷണം പോലും കഴിക്കാനാകാതെ കോളേജിൽ നിന്നും വിചാരണ നേരിടേണ്ടി വന്നു എന്നാണ് അമ്മുവിന്റെ കുടുംബം പരാതി ഉന്നയിച്ചത്. ഇത് ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അമ്മുവിന്റെ ശരീരത്തിൽ 50 മില്ലിയിൽ താഴെ മാത്രം ജലമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റു കണ്ടെത്തലുകളെല്ലാം വീഴ്ചയിലുണ്ടായ പരിക്കുകൾ സംബന്ധിച്ചുള്ളവയാണ്. മരണകാരണം തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കുകളും. തലച്ചോറിലും തലയോട്ടിയുടെ 2 ഭാഗങ്ങളിലും രക്തം വാർന്നിരുന്നു. ഇടുപ്പല്ല് തകർന്നതായും വാരിയല്ലുകൾ പൊട്ടിയതായും റിപ്പോർട്ടിലുണ്ട്. വലത് ശ്വാസകോശത്തിന്റെ താഴെയായി ചതവുള്ളതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. നിലവിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന അമ്മുവിന്റെ 3 സഹപാഠികൾക്കപ്പുറം കോളേജിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അമ്മു ജീവനൊടുക്കിയ ദിവസം ഉച്ചയ്ക്ക് കേസിൽ പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥിനികളുടെ സാന്നിധ്യത്തിൽ കോളേജിലെ സൈക്യാട്രി അധ്യാപകൻ അമ്മുവിനെ 2 മണിക്കൂറോളം കുറ്റവിചാരണ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി അമ്മുവിന്റെ പിതാവ് സജീവ് പത്തനംതിട്ട DYSPക്ക് പരാതി നൽകിയിരുന്നു. അധ്യാപകനെ പ്രതി ചേർക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. നവംബർ 15 കോളേജ് ഹോസ്റ്റലിന്റെ 3ാം നിലയിൽ നിന്നും താഴേക്ക് ചാടി അമ്മു ജീവനൊടുക്കിയത്. ജനം, പത്തനംതിട്ട.
ബംഗ്ലാദേശിൽ ഹൈന്ദവ വേട്ട തുടർക്കഥയാവുകയാണ്. കാശിംപൂരിൽ ഒരു ഹിന്ദു പുരോഹിതനെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തി. തരുൺ ചന്ദ്രദാസ് എന്ന പുരോഹിതന്റെ മൃതദേഹം കണ്ടെത്തിയത് കൈകാലുകൾ ബന്ധിച്ച നിലയിലായിരുന്നു. ക്ഷേത്രം തകർത്ത അക്രമികൾ വിലമതിക്കാനാകാത്ത വസ്തുക്കളും കൊള്ളയടിച്ചു. ബംഗ്ലാദേശിലെ കലുഷിതമായ അന്തരീക്ഷത്തിന് മാറ്റമില്ല. കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവ പുരോഹിതനെ കൂടി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കൊല ചെയ്തു. നാറ്റോറിലെ കാശിംപൂരിലുള്ള ക്ഷേത്രത്തിൽ വെച്ചാണ് പൂജാരി കൊല ചെയ്യപ്പെട്ടത്. തരുൺ ചന്ദ്രദാസിന്റെ മൃതദേഹം സമീപത്തുള്ള ശ്മശാനത്തിൽ നിന്നും കൈകാലുകൾ ബന്ധിച്ച നിലയിലാണ് കാണപ്പെട്ടത്. ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയമായാണ് തരുൺ ചന്ദ്രദാസ് കൊല്ലപ്പെട്ടതെന്ന് മൃതദേഹത്തിലെ മുറിവുകൾ വ്യക്തമാക്കുന്നു. കാശിംപൂരിലുള്ള ക്ഷേത്രം പൂർണ്ണമായും തകർത്ത അക്രമികൾ വിലമതിക്കാനാവാത്ത വകകൾ കൊള്ളയടിച്ചതായി ഇസ്കോൺ കൽക്കട്ട ഘടകം വൈസ് പ്രസിഡന്റ് രാധാരമൺ ദാസ് വ്യക്തമാക്കി. Tarun Chandra Das was brutally murdered and his lifeless body was discovered with his hands and feet bound, raising grave concerns about the safety of minorities in the region. Even Hindu crematoriums meant to be places of peace and reverence are now falling prey to such heinous crimes. This incident underscores the pressing need for action to ensure the security of religious minorities and their sacred sites. ഹൈന്ദവ പുരോഹിതന്റെ കൊലപാതകത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഭാരത സർക്കാരിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കുമെതിരായി 2200 അക്രമങ്ങൾ ഈ വർഷം ഡിസംബർ 8 വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതേസമയം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന നിരവധി അക്രമങ്ങൾ വേറെയും. ഹൈന്ദവ സമൂഹമടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിലെ യൂണിറ്റ് സർക്കാരിന്റെ ഭരണത്തിൽ സുരക്ഷിതരല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അക്രമ പരമ്പരകൾ. ജനം, ഡൽഹി. മാസപ്പടി കേസിലെ SFIO റിപ്പോർട്ടിൽ CMRന്റെ സംഭാവന കണക്കുകളും വൻതുകകൾ സംഭാവനയായി കൈപ്പറ്റിയ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സംഘടനകൾ, ഗ്രൂപ്പുകൾ, ഇവരുടെ പശ്ചാത്തലം എന്നിവ SFIO ശേഖരിക്കുകയാണ്. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ട് എന്നാണ് സൂചന. ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് CMRൽ പണം നൽകിയോ എന്ന് സംശയമുണ്ടെന്ന് അന്വേഷണ സംഘം ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ആദായ നികുതി കണക്കുകളിൽ ഒന്നും കാണിക്കാതെ CMRൽ വകമാറ്റിയ 135 കോടി രൂപയിൽ നല്ലൊരു പങ്ക് സംഭാവന ഇനത്തിൽ മാറിയതായാണ് വിവരം. കരിമണൽ ഖനന കമ്പനിയായ CMRൽ രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റു സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കുമെല്ലാം വൻ തുകകൾ സംഭാവനയായി നൽകാറുണ്ട്. ഇങ്ങനെ സംഭാവന കൈപ്പറ്റിയ സംഘടനകളിൽ നിന്നും നേതാക്കളിൽ നിന്നും CMRന് ലഭിച്ച പ്രത്യുപകാരം, സംഭാവന നൽകിയ പണത്തിന്റെ ഉറവിടം എന്നിവയും SFIO അന്വേഷിച്ചിട്ടുണ്ട്. ഇതുകൂടി ഉൾപ്പെടുത്തിയുള്ളതാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൈമാറിയ റിപ്പോർട്ടെന്നാണ് സൂചന. ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് CMRൽ പണം നൽകിയോ എന്ന് സംശയമുണ്ടെന്ന് SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഉന്നത രാഷ്ട്രീയ നേതാവിന് പണം ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയവും SFIO ഉയർത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയടക്കം 20 പേരെ ചോദ്യം ചെയ്തും വീണയുടെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് രേഖകൾ, CMRൽ ഓഫീസുകളിൽ നിന്ന് എടുത്ത ഫയലുകൾ എന്നിവയുടെ പരിശോധനകൾ പൂർത്തിയാക്കിയുമുള്ള സമഗ്ര റിപ്പോർട്ടാണ് SFIO കൈമാറിയിട്ടുള്ളത്. CMRൽ എക്സാലോജിക്കിന് നൽകിയ 1,72 ലക്ഷം രൂപയെ സംബന്ധിച്ചും മാലിന്യ നീക്കമടക്കമുള്ള പേരുകളിൽ ചെലവഴിച്ച തുക സംബന്ധിച്ചുള്ള ദുരൂഹതകളിലുമാണ് SFIO അന്വേഷണം. നേരത്തെ ആദായ നികുതി വകുപ്പ് ROC അന്വേഷണങ്ങൾ നടന്നിരുന്നു. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. കേരളത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ തള്ളിയ സംഭവത്തിൽ മലയാളികൾ ഉൾപ്പെടെ 2 പേർ കൂടി അറസ്റ്റിലായി. കണ്ണൂർ സ്വദേശി നിധിൻ ജോർജ്, ലോറി ഉടമ ചെല്ലദുരി എന്നിവരെയാണ് സുത്തമല്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം തിരുവനന്തപുരം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള വിവിധ വകുപ്പുകളുടെ സംഘം തിരുനെൽവേലിയിലെത്തി. തിരുനെൽവേലിയിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ 5 കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3 കേസുകളെടുത്തത് സുത്തുമല്ലി പോലീസാണ്. സംഭവത്തിൽ 2 പേർ കൂടി പോലീസ് പിടിയിലായി. കണ്ണൂർ സ്വദേശി നിധിൻ ജോർജ്, ലോറി ഉടമ ചെല്ലദുരൈ എന്നിവരെയാണ് സുത്തുമല്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ, ഉള്ളൂർ,
ക്രെഡൻസ് ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നാണ് മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ വലിച്ചെറിഞ്ഞത്. കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘം തിരുനെൽവേലിയിലെത്തി. തിരുവനന്തപുരം സബ് കളക്ടറും വിവിധ വകുപ്പുകളിൽ നിന്നുള്ള 20 ഉദ്യോഗസ്ഥരും തൊഴിലാളികളും അടക്കം 70 അംഗ സംഘമാണ് തിരുനെൽവേലിയിലെത്തിയത്. കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കേരളത്തിലെത്തിച്ച് ഗോഡൌണിലെത്തി സംസ്കരിച്ച ശേഷമാകും നീക്കം ചെയ്യുക. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം വർക്കലയിൽ പാപനാശത്തിന്റെ ഭാഗമായ കുന്നുകൾ മുസ്ലിം ലീഗ് നേതാവിന്റെ നേതൃത്വത്തിൽ ഇടിച്ച് മാറ്റുന്നതായി പരാതി. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവായ ദാവൂദാണ് JCB ഉപയോഗിച്ച് കുന്നുകൾ ഇടിച്ച് നിരത്തിയത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് പോലീസും തഹസിൽദാരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പണി നിർത്തിവയ്പ്പിച്ചു. അതീവ പാരിസ്ഥിതിക ലോലമായ തിരുവനന്തപുരം വർക്കലയിലെ പാപനാശം കുന്നിന്റെ ഭാഗമായുള്ള സ്ഥലമാണ് മുസ്ലിം ലീഗ് നേതാവിന്റെ നേതൃത്വത്തിൽ ഇടിച്ചു നികത്തിയത്. ചിലക്കോർ മുസ്ലിം ജമാഅത്തിന് പിറകിലായി സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള ഭൂമിയും പാപനാശം കുന്നിനോട് ചേർന്ന പുറമ്പോക്ക് പ്രദേശങ്ങളും ഉൾപ്പെടെ 2 ഏക്കറോളം വരുന്ന പ്രദേശമാണ് ദാവൂദിന്റെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് ഇടിച്ചു നികത്തിയത്. സ്ഥലത്ത് 15 മീറ്ററോളം താഴ്ചയിൽ മണ്ണിടിഞ്ഞതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തി. ഇവിടെ പള്ളിക്ക് വഴി ഉണ്ടാക്കുന്നതും തന്നെയാണ് തുടങ്ങിയത്. ഇപ്പോഴ് അവരുടെ പെരേടത്തിലോട്ട് തീരദേശത്ത് നിന്ന് കയറി വരാനുള്ള ഒരു പാത ഉണ്ടാക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഞാനിത് കണ്ട് അന്ന് തന്നെ സെക്രട്ടറിയെയും കൊണ്ടുവന്ന് ഇവിടെ താലൂക്ക് ഓഫീസിലും നമ്മൾ ഇതിൻ്റെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടറിന് പരാതി കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ജമാഅത്തിന് സമീപത്തെ ഭൂമി കൂടി ഇടിച്ചു നികത്തിയതോടെ ഖബർസ്ഥാനങ്ങളടക്കം പൊളിഞ്ഞു വീഴുന്ന നിലയിലെത്തി. വർഷങ്ങളായി നമ്മുടെ ഈ ചെലക്കൂർ ജമാഅത്തിൽപ്പെട്ട കാരണവന്മാർ കിടക്കുന്നത് ഈ മലയുടെ മുകളിലാണ്. ഇത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ 1-2 മഴ പെയ്യുകയാണെങ്കിൽ ഈ കാരണവന്മാർ മുഴുക്ക് അറബിക്കടലിൻ്റെ തീരത്ത് എത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ മീറ്റർ കണക്കിന് 10-30 മീറ്ററോളം മണ്ണിടിച്ചിറക്കി അവർക്ക് സൗകര്യത്തിനുള്ള പാത ഉണ്ടാക്കാനാണ്. പ്രദേശവാസികളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ദാവൂദ് ഖനനം തുടർന്നതോടെ നാട്ടുകാരും പ്രതിഷേധമായി എത്തി. തുടർന്ന് പോലീസും പഞ്ചായത്ത് അധികൃതരും തഹസീൽദാരും സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം. കൊച്ചി പൊന്നുരുന്നിയിൽ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ അങ്കണവാടിക്ക് സമീപത്തൂടെ ഒഴുകുന്നത് മാലിന്യം നിറഞ്ഞ കനാൽ. മലിനജലം കെട്ടിക്കിടക്കുന്നത് കുട്ടികളുടെ ജീവന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയെങ്കിലും നഗരസഭ നടപടിയെടുത്തില്ല എന്നാണ് ആക്ഷേപം. മാലിന്യം നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. പൊന്നുരുതി 48 നമ്പർ അങ്കണവാടി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുകയാണ്. അങ്കണവാടിയുടെ സമീപത്തൂടെ ഒഴുകുന്ന കനാലും മാലിന്യത്താൽ മൂടിക്കിടക്കുകയാണ്. മഴക്കാലം വന്നാൽ കനാൽ നിറഞ്ഞ് സമീപ പ്രദേശങ്ങളിലേക്ക് അഴുക്കുവെള്ളം കയറാറുണ്ട്. അങ്കണവാടിയുടെ കുടിവെള്ള ടാങ്കിലേക്കും മലിനജലം കയറാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. കാലാവസ്ഥ മഴയാണെങ്കിൽ ക്ലീനായി, അല്ലേ ഇല്ല. മണം കാരണം ഇരിക്കാൻ മേല. ഇപ്പോൾ തന്നെ അവിടെ ചെന്ന് നോക്കിയാൽ കാണാം കൊതുക്. ആ അങ്കണവാടിയുടെ ചുറ്റും കാട് വളർന്ന് കിടക്കുകയാണ്. ഇനി എപ്പോഴാണ് പാമ്പ് കടിക്കുകയെന്ന് പറയാൻ കഴിയില്ല. അതേപോലെ അവസ്ഥയാണ്. ഇവിടെ വന്ന എല്ലാവരും പരാതി പറയുന്നുണ്ട്. കോർപ്പറേഷൻ്റെ യാതൊരു ഇങ്ങോട്ട് തിരിഞ്ഞേ നോക്കുന്നില്ല. അവർ വേറെ പല കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അങ്കണവാടിക്ക് മുകളിലായാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും പ്രവർത്തിക്കുന്നത്. മാലിന്യം നിറഞ്ഞ കനാൽ ശുദ്ധീകരിക്കണമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് മാലിന്യ പ്രശ്നം ഉയർത്തി കാണിച്ച് BJP പ്രതിഷേധം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് അങ്കണവാടിയിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. അങ്കണവാടിയിലെ കുടിവെള്ളത്തിൽ നിന്നാകാം ഭക്ഷ്യവിഷബാധയേറ്റതെന്നാണ് സംശയം. ഇവിടുത്തെ കുടിവെള്ള ടാങ്കിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. 12 കുട്ടികൾക്കാണ് വ്യാഴാഴ്ച ഭക്ഷ്യവിഷബാധയേറ്റത്. ജനം, കൊച്ചി.